ഹായ് ഗായ്സ്, എനിക്കത് നല്ല പനിയാണ്. മൂക്കടപ്പാണ്, അതുകൊണ്ടാട്ടെ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ. ഞാൻ ഇന്ന് ക്രാഫ്റ്റ് വീഡിയോസായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് എനർജിയും ഉണ്ടാകത്തില്ല. അപ്പോൾ വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുന്നേ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. എനിക്കിങ്ങനെ പനിയായിട്ട് ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്നില്ല കഷ്ടപ്പെട്ടിട്ട്, അതുകൊണ്ട് ഒരു ലൈക്ക് താടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഞാൻ കടൽ ക്ലൗഡിലെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് മിക്കവർക്കെല്ലാം ആ യൂട്യൂബ് ചാനൽ അറിയാമായിരിക്കും. അപ്പോൾ അവരുണ്ടാക്കുന്നൊരു വീഡിയോ കണ്ടു, ക്രാഫ്റ്റ് കണ്ടു, അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ആക്കുന്നു. ആദ്യം തന്നെ ഒരു A4 ഷീറ്റ് എടുക്കുക. ആദ്യം തന്നെ ഒരു സ്കെയിൽ എടുത്തിട്ട് 0 സെൻറ്റിമീറ്റർ തൊട്ട് 11 വരെ നമുക്കൊരു കുത്തിട്ട് കൊടുക്കണം. ഇതുപോലെയാണ് വരയ്ക്കേണ്ടത്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് നോക്കി ചെയ്തോ. ഇതുപോലെയാണ്. താഴെ നമുക്ക് എന്ത് ചെയ്യണോ, 0 തൊട്ടിട്ട് 5 വരെ നമുക്ക് വരച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെയും 11 ആകുമ്പോൾ ഇവിടെയും 5 ആകുമ്പോൾ മേലെയും 5, അതുപോലെ വരച്ചു കൊടുക്കണം. ഇങ്ങനെ നമുക്ക് ഇതുപോലത്തെ കള്ളി നമുക്ക് 5 എണ്ണം വരച്ചെടുക്കണം. ഞാനിപ്പം വരച്ച അതേ അളവിൽ തന്നെ 5 കള്ളി വരക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ 5 കള്ളി ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കത്രിക ഉപയോഗിച്ചിട്ട് മുറിക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ 5 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു പേപ്പർ എടുത്തു. ഈ മുറിച്ചെന്ന് ഒന്നെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്താ പകുതി വരെ നമുക്കിങ്ങനെ മടക്കി കൊടുക്കാം. പകുതി എന്ന് പറഞ്ഞാൽ സ്കെയിലൊന്നും വെച്ചിട്ട് അളന്ന് നോക്കൊന്നും വേണ്ട കേട്ടോ. ഒരു സുമാറ് വെച്ചിട്ടൊന്ന് ആക്കുക. പകുതി എന്നൊന്നും പറയാൻ പറ്റില്ല, കണ്ടില്ലേ. കുറച്ച് വണ്ണം കൂടിയിട്ട് ഇത് കുറച്ച് ചെറുതായിട്ടുമാണ് വേണ്ടത്. എന്നിട്ട് ഈ ബാക്കി വന്ന കടലാസ് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ മടക്കിയത് എന്ത് ചെയ്തിട്ട് വറുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മുറിക്കണം. ഇതുപോലെയാണ് ഞാൻ മുറിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നിങ്ങളെ കയ്യിലുള്ള ഫെവിക്കോളോ അല്ലെങ്കിൽ ഫെവി സ്റ്റിക്കോ ഏതെങ്കിലും വെച്ചിട്ട് ഒട്ടിക്കുക. എന്നിട്ട് ഇത് ഫുള്ളും നിവർത്തിട്ട് എന്ത് ചെയ്യണോ, ഇവിടെ മാത്രം ഫെവി സ്റ്റിക്ക് ഒട്ടിക്കുക. എന്നിട്ട് ഇതുപോലെ ലെറ്റർ പോലെ കിട്ടും. എന്നിട്ട് ഈ ബാക്കിയുള്ള കടലാസ് മൊത്തം ഇതുപോലെ ചെയ്തെടുക്കണം. ഞാൻ ഇങ്ങനത്തെ 5 എണ്ണം ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരു ത്രെഡ് എടുക്കണം. എന്നിട്ട് നൂല് 2 ലെയറാക്കിയിട്ട് മുറിച്ചെടുക്കണം. കട്ടിയുള്ള നൂലാണെന്നെങ്കിൽ ആക്കണ്ട. ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൾ ഡെക്കർ കേട്ടോ. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് അറിയാം.